ഹായ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോ പറഞ്ഞ നമ്മുടെ ട്രൈപോഡ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയത്. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഒരു കാർഡ് വരുന്നുണ്ട്. ഒരു അപ്പോൾ ആലോചിച്ചോണ്ട് നിങ്ങൾ അടിപൊളി ബ്രാൻഡാണ് ആലോചിച്ചോണ്ട്. ക്രാറ്റോസ് എന്നാണ് ബ്രാൻഡിൻ്റെ, ക്രാറ്റോസ് K5 എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കാർഡ്, പിന്നെ യൂസർ മാനുവൽ വരുന്നുണ്ട്, പിന്നെ ടൈപ്പ് C ചാർജിങ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. 3-in-1 ട്രൈപോഡ്. സെൽഫി സ്റ്റിക്കായിട്ടോ ഗിംബലായിട്ടോ എന്തുമായിട്ടാണ് യൂസ് ചെയ്യുക. 3-in-1 ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കാം. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇതാണ് ഇത് 360 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു ലെഗാണിത്. അപ്പോൾ ജസ്റ്റ് നമുക്കിന്ന് ഓപ്പൺ ആക്കാം. പിന്നെ അടിവശത്തൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ഒട്ടിച്ചിട്ട് ജസ്റ്റ് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ലെഗ് ഓപ്പൺ ആവും. ഇങ്ങനെ ലെഗ് ഓപ്പൺ ആവുന്നതായിരിക്കും. എന്നിട്ട് നേരെ ആക്കിയാൽ 4 ലെഗ് വരുന്നുണ്ട്. നല്ല സപ്പോർട്ട് ഇടുന്നതാണ്. 4 ലെഗ് 3 ലെഗ് ആകുമ്പോൾ അത്ര സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പം 4 ലെഗാണ് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ അതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രൈപോഡായി. പിന്നെ നേരെ മുറിച്ച് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ വെക്കാൻ സ്റ്റാൻഡായി. പിന്നെ ഇത് ഇവിടുന്നാണ് 2 ലെഗ് താഴോട്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ് റെഡിയായി. അപ്പോൾ നമുക്ക് ഫോണൊന്ന് വെച്ച് നോക്കാം. നമുക്ക് ഫോണൊന്ന് എടുത്ത് വെച്ച് നോക്കാം. ഫോൺ ഇപ്പോൾ ഞാൻ ലാൻഡ്സ്കേപ്പായിട്ടാണ് വെച്ചത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പോക്കോ ഫോണാണ്. അത്യാവശ്യം വെയിറ്റുള്ള ഫോണാണെന്ന് അറിയാമല്ലോ. അപ്പം ഇതിപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ 360 റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൈ വിട്ട് നോക്കുന്നുണ്ട്, അനങ്ങുന്നില്ല. അവിടെ നിന്ന് ജസ്റ്റ് നല്ല രീതിയിൽ 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ റിമോട്ട് വരുന്നുണ്ട് ബ്ലൂടൂത്തിൻ്റെ. അപ്പം നമുക്ക് ടൈപ്പ് ചെയ്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ തൊട്ടാണ്. അപ്പം എന്നിട്ട് പിന്നെ ഇത് നമുക്ക് 180 ഡിഗ്രി അങ്ങോട്ടും 180 ഡിഗ്രി ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാം. അപ്പം ഇതാണ് ഇതിൻ്റെ. പിന്നെ നമുക്കിത് ഹൊറിസോണ്ടലായിട്ട് വെക്കണമെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് വെക്കാം. ഒട്ടിരുന്നോളും, ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 360 ഡിഗ്രിയിലോട്ട് തിരിക്കണമെങ്കിലോ അങ്ങോട്ടാക്കണമെങ്കിലോ ഇങ്ങോട്ടാക്കണമെങ്കിൽ ഇങ്ങോട്ടാക്കാം. അപ്പം ഇവിടെ അതിന് സ്റ്റാൻഡുണ്ട് ടൈറ്റ് ചെയ്യാൻ എല്ലാത്തിനും. അപ്പോൾ 360 ഡിഗ്രി അത്രയും ഇളകണ്ടെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യാൻ മതി. അപ്പോൾ ഇവിടെയും ടൈറ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അപ്പം മൊത്തം ഓപ്പൺ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ഗിംബലാക്കി നോക്കാം. ഇത് ക്ലോസ് ആക്കിയിട്ട് ഞാൻ ഒരു ഗിംബലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗിംബലായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് വെസ്റ്റ് ലൈവ് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ടും അല്ലാതെ എന്തിൻ്റെ ഒബ്ജക്റ്റിൻ്റെ വീഡിയോസ് എടുക്കാനായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഗിംബലായിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് മറക്കണ്ട, ക്രാറ്റോസിൻ്റെ K5 എന്നാണ് ഈ മോഡലിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെയൊക്കെ എങ്ങനെ ആക്കിയാൽ ഫോൺ താഴെ പോകുന്നില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ടൈറ്റായി കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ അതുകൊണ്ട് അവിടെ ഇരുന്നോളും. പിന്നെ നമുക്ക് സെൽഫി സ്റ്റിക്ക് ആക്കി നോക്കാം. ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സെൽഫി സ്റ്റിക്കായി. ഇത്ര നീളമുള്ള സെൽഫി സ്റ്റിക്ക് ആയി കഴിഞ്ഞു. ഇത്ര ഹൈറ്റ് എന്തുപടി കാണുന്നതിൽ വീഡിയോ എനിക്ക് കറക്റ്റ് പൊസിഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് എത്രത്തോളം അറിയാൻ. അപ്പോൾ ഇതൊരു സെൽഫി സ്റ്റിക്ക് ആയി കഴിഞ്ഞു. അപ്പോൾ സാധനത്തിൻ്റെ ഇപ്പോൾ ഫോൺ കൂടെ വന്നപ്പോൾ അത്യാവശ്യം വെയിറ്റ് തോന്നുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് വെയിറ്റ് കൂടുന്നതായിരിക്കും ഫോണിൻ്റെ അനുസരിച്ചും. അപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റാണ് ഈ ഫോണുമായിട്ട്, ഈ സെൽഫി സ്റ്റിക്കുമായിട്ട് ഈ ട്രൈപോഡായിട്ടൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റാണിത്. അപ്പം ഇപ്പോൾ സെൽഫി സ്റ്റിക്ക് ആയില്ലേ, നമുക്കിനി അതൊരു ട്രൈപോഡാക്കാം. 3-in-1 അല്ലേ, അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 180 ഡിഗ്രിയാണ്. അപ്പോൾ കാരണം എങ്ങോട്ട് വേണമെങ്കിലും 180 ഡിഗ്രി എങ്ങോട്ട് വേണമെങ്കിലും ഇതാക്കാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചത് ഞാൻ ആമസോണിലാണ് വാങ്ങിച്ചത്. അപ്പം ഇതിൻ്റെ ലിങ്ക് വേണ്ടത് ലിങ്ക് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണിത്. കാരണം 5 സ്റ്റാർ റേറ്റിങ്ങോടാണ് വരുന്നത്. 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് വെച്ചാൽ അടിപൊളി കസ്റ്റമേഴ്സിന് അടിപൊളി റിവ്യൂ എല്ലാം അങ്ങനെ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ചുമ്മാ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഇത് പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ വാങ്ങിച്ചത് ഏറ്റവും നല്ലൊരു ട്രൈപോഡാണ് ഇത്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സാധാരണ റിംഗ്ലൈറ്റാണ്. അപ്പോൾ അതിന് എനിക്ക് വെച്ചിട്ട് വലിയ ക്വാളിറ്റി ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതാണ്. ഇപ്പോൾ ഇന്നിട്ട് ഇതിലെ വീഡിയോ എടുത്തതിനുള്ള റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഓക്കെ, നമുക്ക് അടുത്ത വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേര് മറക്കണ്ട, ക്രാറ്റോസ് K5 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇതിൻ്റെ ലിങ്ക് വേണ്ട, ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. 1500 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പം ഇപ്പോൾ എല്ലാവരും ഇത് സ്റ്റാർട്ടപ്പ് ഫണ്ടൊക്കെ കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് വാങ്ങിക്കണം. കാരണം എന്തുവാ, നമുക്കൊരു 1500 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പം നമ്മൾ അധികം ബഡ്ജറ്റ് റേഞ്ചിലോട്ടൊന്നും പോകണ്ട. അത്യാവശ്യം ഒരു ലോ ബഡ്ജറ്റ് റേഞ്ച് നിൽക്കുന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ ഒരു സാധനമാണ്. അപ്പം ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.